24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ JDS നേതാവ് പ്രജ്വൽ രേവണ്ണ നാട്ടിലെത്താനായി ലുഫ്താൻസ ഫ്ലൈറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്ന വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങൾ ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ നൽകും. അരുൺ, ഗുഡ് മോർണിംഗ്, പറയൂ. SKN ഗുഡ് മോർണിംഗ്. ഈ പ്രജ്വൽ രേവണ്ണ ആദ്യമായിട്ടല്ല ബംഗളൂരുവിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. നേരത്തെ മെയ് 16-ന് ബംഗളൂരുവിലെത്തുന്ന വിമാനത്തിൽ ഇതേപോലെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ അന്ന് ആ പ്രജ്വൽ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ 31-ാം തീയതി പ്രജ്വൽ രേവണ്ണ ബംഗളൂരുവിലെത്തും, മടങ്ങിയെത്തും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. അതിന് കാരണം പ്രജ്വൽ രേവണ്ണ തന്നെയാണ് ഒരു വീഡിയോ സന്ദേശത്തിലൂടെ താൻ 31-ാം തീയതി അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകും, അന്വേഷണത്തോട് സഹകരിക്കും എന്ന രീതിയിൽ വീഡിയോ സന്ദേശം പുറത്തിറക്കിയത്. അതുകൊണ്ട് തന്നെ പ്രജ്വൽ രേവണ്ണ എന്തായാലും 31-ാം തീയതി അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അന്ന് 31-ാം തീയതി അതായത് അർദ്ധരാത്രി 12:30-ന് ബംഗളൂരു വിമാനത്താവളത്തിലെത്തുന്ന, മ്യൂണിക്കിൽ നിന്ന് ബംഗളൂരു വിമാനത്താവളത്തിലെത്തുന്ന വിമാനത്തിലാണ് ടിക്കറ്റ് ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അന്ന് ഇവിടെ എത്തിയതിനു ശേഷം രാവിലെ 10 മണിക്ക് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും എന്നതാണ് പ്രജ്വൽ രേവണ്ണ അഭിഭാഷകൻ മുഖേന ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ അത് അംഗീകരിക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. എപ്പോൾ പ്രജ്വൽ വിമാനത്താവളത്തിലെത്തുന്നോ അവിടെ വെച്ച് കസ്റ്റഡിയിലെടുക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഹാജരാകേണ്ട ആവശ്യമില്ല. വിമാനത്താവളത്തിൽ എത്തിയാൽ കസ്റ്റഡിയിലെടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. എന്തായാലും ആ രീതിയിൽ ഉറച്ച നിലപാടിൽ തന്നെയാണ് SIT അധികൃതർ ഉള്ളത്. പ്രജ്വലിനെ കസ്റ്റഡിയിലെടുത്താൽ മാത്രമേ ഈ അന്വേഷണത്തിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാകൂ എന്നതാണ് നേരത്തെ തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കിയതാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ 3 പരാതികൾ മാത്രമാണ് പ്രജ്വൽ രേവണ്ണയ്ക്ക്, അതായത് റിട്ടേൺ പരാതികളായി 3 പരാതികൾ മാത്രമാണ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ അതായത് ഈ ഇരകൾ നൽകിയിട്ടുള്ളൂ. മറ്റുള്ളവർ സ്റ്റേറ്റ്മെന്റ്, അതായത് മൊഴി നൽകാൻ പോലും പലരും തയ്യാറായിട്ടില്ല. 3000-ഓളം വീഡിയോ ദൃശ്യങ്ങൾ പുറത്തിറങ്ങിയിരുന്നു. 200-ലധികം ഈ സ്ത്രീകൾ ഇത്തരത്തിൽ പീഡനത്തിനിരയായി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. ഈ ഇരകൾ തന്നെ സ്വമേധയാ മുന്നോട്ട് വരുന്ന സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ പ്രജ്വലിനെ കസ്റ്റഡിയിലെടുത്ത് ഇതിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക, വിശദമായി ചോദ്യം ചെയ്യുക എന്ന് തന്നെയാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. പ്രജ്വൽ വിമാനത്താവളത്തിൽ എത്തിയാൽ 31-ാം തീയതി തന്നെ അവിടെ വെച്ച് കസ്റ്റഡിയിലെടുക്കും, പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.